ഈ സഞ്ജുവിൻ്റെ നേട്ടം വികാരാതീതനായി വലിയ സ്ക്രീനിൽ കണ്ടിരുന്ന 3 പേരാണ് എഡിസൺ, ജസ്റ്റിൻ, ഹോപ്കിൻസ് എന്നിവർ. വിഴിഞ്ഞം കടൽ തീരത്തെ ഗ്രൗണ്ടിൽ തങ്ങൾ പന്തെറിഞ്ഞു കൊടുത്ത കുട്ടി സഞ്ജുവിൻ്റെ ലോകകപ്പ് നേട്ടം ഇവർക്ക് വലിയ അഭിമാനം നൽകുന്നതാണ്. സഞ്ജുവിനെ കുഞ്ഞുനാൾ മുതൽ സഞ്ജുവിന് ബോൾ എറിഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഫുട്ബോളേഴ്സാണ്. അപ്പം ഞങ്ങൾ ഫുട്ബോൾ കളിച്ച് വരുമ്പോൾ റെസ്റ്റ് ടൈമിലാണ് സഞ്ജുവിന് ബോൾ എറിഞ്ഞു കൊടുക്കുന്നത്. അന്ന് സഞ്ജു എന്ന് പറയുമ്പോൾ വെറും 9 വയസ്സ് 8 വയസ്സുള്ള ഒരു കുഞ്ഞു മാത്രമാണ്. അപ്പോൾ അന്നത്തെ സഞ്ജുവിനെ കഴിഞ്ഞ ശേഷം ഇന്ന് ഈ ബിഗ് സ്ക്രീനിൽ ഇന്ത്യൻ ജേഴ്സിക്ക് വേണ്ടി വേൾഡ് കപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ശരിക്കും നമ്മൾ ഒരു ഗൂസ് ബമ്പ് എന്ന് പറയത്തില്ലേ, ആ ഒരു ഫീലാണ്. പിന്നെ ഇന്നത്തെ മാച്ച് ഓക്കെ, ഫ്രം ദ ഫസ്റ്റ് ബോൾ നമ്മൾ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഓക്കെ എന്തോ ഒരു സ്ട്രാറ്റജി ഉണ്ട്. കാരണം ഫസ്റ്റ് ഓവറിൽ തന്നെ നേരെ സ്കോറിങ് വരുന്നില്ല, ഒരു ഡിഫെൻസീവാണ്. അപ്പോൾ പക്ഷെ 5ാമത്തെ ബോളിൽ തന്നെ സഞ്ജു എന്താണെന്നുള്ളത് എഗെയിൻ സ്റ്റാർട്ടഡ്. പിന്നെ ഒരു റെസ്റ്റ് ഉണ്ടായിട്ടില്ല. സഞ്ജു തുടങ്ങി വെച്ചു, അഭിഷേക് വർമ്മ കണ്ടിന്യൂ ചെയ്തു, ഇഷാൻ ഏറ്റെടുത്തു, പിന്നെ അങ്ങോട്ട് ഒരു ഘോഷയാത്രയായിരുന്നു. ബട്ട് ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഫൈനലായിട്ടൊന്ന് ആ ഒരു ഫൈനൽ മാച്ചിൻ്റെ ആ ഒരു സ്പിരിറ്റോ അല്ലെങ്കിൽ ആ ഒരു അഗ്രസീവ്നെസ്സോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇതിൽ നമ്മുടെ ഇന്ത്യൻ ബൗളേഴ്സ് മൊത്തം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്തു പറയാൻ, ന്യൂസിലൻഡിനെ നിലം പരിശാക്കി പോയതിന് സമമായി പോയി. കാരണം ബുംറ തിരിച്ചു വന്നു. ബുംറയുടെ മുന്നിൽ നിൽക്കുക എന്ന് തന്നെ ഭയങ്കര കഷ്ടമാണ്. അതാണ് അവസാന നിമിഷങ്ങളിൽ കണ്ടത്. ഹാട്രിക് പോലും ബുംറയ്ക്ക് ജസ്റ്റ് ഒരു ഇതിലാണ് മിസ്സായി പോയത്. ബട്ട് ഇറ്റ് വാസ് എ വെരി വെരി ടീം വർക്ക്. ബട്ട് ആസ് എ സഞ്ജൂസ് നേറ്റീവ് മാൻ വി വെരി റിയൽ ഭയങ്കര സന്തോഷമുണ്ട്, വളരെ പ്രൗഡാണ്. കാരണം നമ്മുടെ സഞ്ജു വീണ്ടും സെഞ്ചുറിക്ക് വേണ്ടി കളിക്കാണ്ട് രാജ്യത്തിന് വേണ്ടി തന്നെ ആ ടീമിന് എന്ത് കൊടുക്കണമോ അത് കൊടുത്തിട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി തന്നെയാണ് ക്രീസ് വിട്ട് ഇറങ്ങിയത്. ഇല്ലാതെ നമ്മളെ വിഴിഞ്ഞത്തുനിന്ന്, അതായത് ട്രിവാൻഡ്രം വിഴിഞ്ഞം, ഇവിടെ നിന്ന് ഒരു പ്ലെയർ വളർന്ന് വലുതായി വേൾഡ് കപ്പ് വരെ കളിക്കുന്നത് ഏറ്റവും നമുക്ക് അത്രയ്ക്ക് അഭിമാനമാണ്. മോസ്റ്റ്ലി എൻ്റെ റിലേറ്റീവാണ്. പക്ഷെ എന്നാലും അവൻ്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 ആവശ്യമില്ല. ഇന്ത്യക്ക് വേണ്ടി കളിക്കുക, ഇത്രയും സ്കോർ ചെയ്യുക, കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻസി കാണിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ 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 സഞ്ജുവിന്റെ കളിയും അപ്പം തന്നെ അത് തന്നെയാണ് ഇവിടുന്ന് പകർന്നു കൊടുത്തതായിരിക്കും. സഞ്ജു ഒരു ടീമിനെ എങ്ങനെ നയിക്കണം, അല്ലെങ്കിൽ ഒരു ടീമിനെ എങ്ങനെ ഒന്ന് സേഫ് ആക്കണമെന്ന അതെ ഇതിനുമുമ്പ് പ്രൂഫ് ചെയ്തിട്ടുള്ള സഞ്ജു ഇതിനുമുമ്പ് പ്രൂഫ് ചെയ്തിട്ടുള്ള IPL വന്നപ്പോൾ പ്രൂഫ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ പറയുകയാണെങ്കിൽ സെമി സഞ്ജുവിൻ്റെ കഴിവുകൊണ്ടാണ് നമ്മൾ കയറി വന്നത്. ഇപ്പോൾ ഫൈനലായിരുന്നാൽ പോലും 2026 സഞ്ജുവിൻ്റെ വേൾഡ് കപ്പ് എന്നാണ് പറയേണ്ടത്. സത്യം പറയുകയാണെങ്കിൽ മലയാളികൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. സഞ്ജുവിൻ്റെ വേൾഡ് കപ്പ് എന്നാണ് നമ്മളിപ്പോൾ പറയേണ്ടത്. അതുപോലെ വിഴിഞ്ഞത്തുള്ള ഒരു കുട്ടിയാണ്, നമ്മളെല്ലാവരും ഫ്രണ്ടാണ്. അതുകൊണ്ട് നമുക്കെല്ലാം സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ സന്തോഷം എന്താണെന്ന്. ഇതന്നെയാണ് സഞ്ജുവിൻ്റെ നാട്ടിലെ ഓരോ ആളുകളും പറയുന്നത്. ഇവർക്ക് കുറെ കൂടി പ്രത്യേകതയാണ് സഞ്ജു. കാരണം അവർ കുഞ്ഞിലെ മുതൽ ബോൾ എറിഞ്ഞു കൊടുത്ത് ക്രിക്കറ്റിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ട് വന്ന ആളാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഓരോ നേട്ടവും അത് ബിഗ് സ്ക്രീനിൽ ഇത്രയും ആളുകൾക്കൊപ്പം കാണാൻ കഴിയുന്നു എന്ന് പറയുന്നതും അവർക്ക് അത്രയാണ്. അതാണ് അവർ പറഞ്ഞത്, രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കളി. അത് 3 തവണയായി 3 കളികളിലായി ഇന്ത്യയെ സേഫാക്കുന്ന തരത്തിലേക്ക് കളികൾ മാറ്റിമറിക്കാൻ കഴിയുന്ന, അത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് സഞ്ജു. സഞ്ജുവിന് വീണ്ടും അവസരങ്ങൾ ലഭ്യമാകണം. ഒപ്പം തന്നെ സഞ്ജു തൻ്റെ കഴിവ് ഇവിടെ തെളിയിച്ചിരിക്കുന്നു എന്ന് ഇവർ വ്യക്തമാക്കുന്നു. ക്യാമറമാൻ അഭിരാമിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.